ഇന്നിവിടെ വന്നത് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ്. പരീക്ഷകൾക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇന്ത്യയുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി നമുക്ക് എല്ലാവർക്കും അറിയാം. ആരാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി? ആരാണ്? ദ്രൗപദി മുർമുവാണ്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ദ്രൗപദി മുർമു ഈസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അതുപോലെ പറയുകയാണെങ്കിൽ ദ്രൗപദി മുർമു എന്ന് പറഞ്ഞു. അതുപോലെ നമുക്കറിയാം ഇന്ത്യയുടെ ഇപ്പോഴത്തെ സർവ്വ സൈന്യാധിപ ആരാണ്? അതുപോലെ തന്നെയാണ് ദ്രൗപദി മുർമുവാണ്. ദ്രൗപദി മുർമു ഈസ് ദ സുപ്രീം കമാൻഡർ ഓഫ് ആർമഡ് ഫോഴ്സ്. അതായത് ഇന്ത്യയുടെ സർവ്വ സൈന്യാധിപൻ ആരായിരിക്കും? രാഷ്ട്രപതിയായിരിക്കും. അപ്പോൾ ഇപ്പോഴത്തെ സർവ്വ സൈന്യാധിപൻ ആരെന്ന് വെച്ചാൽ ആരാണ്? ദ്രൗപദി മുർമുവാണ് കേട്ടോ. ദ്രൗപദി മുർമു ഈസ് ദ സുപ്രീം കമാൻഡർ ഓഫ് ആർമഡ് ഫോഴ്സ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയെ നമുക്ക് എല്ലാവർക്കും അറിയാനാണ് നരേന്ദ്രമോദിയാണ്. ആരാണ്? നരേന്ദ്രമോദിയാണ്. പ്രസന്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ആൻസർ നരേന്ദ്രമോദി. പ്രസന്റ് ചാൻസലർ ഓഫ് വിശ്വഭാരതി യൂണിവേഴ്സിറ്റി. ആൻസർ നരേന്ദ്രമോദി. പ്രസന്റ് ചെയർമാൻ ഓഫ് നീതി ആയോഗ്. നരേന്ദ്രമോദി. ഓർത്ത് വെച്ചോണം, നീതി ആയോഗിൻ്റെ ചെയർമാൻ എപ്പോഴും ആരായിരിക്കും? പ്രധാനമന്ത്രിയായിരിക്കും. വിശ്വഭാരതി സർവകലാശാലയുടെ ചാൻസലർ എല്ലായ്പ്പോഴും ആയിരിക്കും? പ്രധാനമന്ത്രിയായിരിക്കും. അതുപോലെ തന്നെ പറയുകയാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ജഗദീപ് ധൻഖർ ആണ്. പ്രസന്റ് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ആൻസർ ജഗദീപ് ധൻഖർ. പ്രസന്റ് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ആൻസർ എന്താണ്? ജഗദീപ് ധൻഖർ ആണ്. പ്രസന്റ് ചെയർമാൻ ഓഫ് രാജ്യസഭ. ആൻസർ ജഗദീപ് ധൻഖർ. ജഗദീപ് ധൻഖർ ഇസ് ദ ചെയർമാൻ ഓഫ് രാജ്യസഭ. രാജ്യസഭയുടെ ചെയർമാൻ, അധ്യക്ഷൻ എപ്പോഴും ആരായിരിക്കും? ഉപരാഷ്ട്രപതി ആയിരിക്കും. അതുപോലെ തന്നെ പറയുകയാണ് പ്രസന്റ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. പ്രസന്റ് അറ്റോർണി ജനറൽ എന്ന് പറഞ്ഞാൽ ആരാണ്? ആർ വെങ്കിട്ടരമണി ഈസ് ദ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. അതുപോലെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ CAG ആരാണ്? കെ സഞ്ജയ് മൂർത്തിയാണ് കേട്ടോ. കെ സഞ്ജയ് മൂർത്തി ഈസ് ദ CAG ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. അതുപോലെ പറയുകയാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? സഞ്ജീവ് ഖന്ന ഈസ് ദ ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോടതി. 51ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ്. സഞ്ജീവ് ഖന്ന ഈസ് ദ 51th ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോടതി. സുപ്രീം കോടതിയുടെ 51ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്ര ഈസ് ദ റിസർവ് ബാങ്ക് ഗവർണർ. അതുപോലെ പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ISRO ചെയർമാൻ വി നാരായണൻ ഈസ് ദ പ്രസന്റ് ചെയർമാൻ ഓഫ് ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? വി നാരായണനാണ്. അതുപോലെ ഇപ്പോഴത്തെ കേരള ഗവർണർ ആരാണ്? രാജേന്ദ്ര ആർലേക്കർ ഈസ് ദ പ്രസന്റ് ഗവർണർ ഓഫ് കേരള. പ്രസന്റ് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള നമുക്ക് എല്ലാവർക്കും അറിയാനാണ് പിണറായി വിജയൻ ഈസ് ദ പ്രസന്റ് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരാണ്? പിണറായി വിജയനാണ്. കേരളത്തിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരാണ്? പിണറായി വിജയനാണ്. പ്രസന്റ് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. ആൻസർ പിണറായി വിജയൻ. കേരളത്തിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതുപോലെ പറയുകയാണെങ്കിൽ കേരളത്തിന്റെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ആരാണ്? VD സതീശൻ ഈസ് ദ ഒപ്പോസിഷൻ ലീഡർ ഓഫ് കേരള. കേരളത്തിലെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവാണ് VD സതീശൻ. അതുപോലെ പറയുകയാണെങ്കിൽ കേരളത്തിലെ ഇപ്പോഴത്തെ നിയമസഭാ സ്പീക്കർ ആരാണ്? AN ഷംസീർ ഈസ് ദ പ്രസന്റ് സ്പീക്കർ ഓഫ് കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി. കേരള നിയമസഭയുടെ ഇപ്പോഴത്തെ സ്പീക്കർ ആരാണ്? AN ഷംസീർ. കേരള നിയമസഭയുടെ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ചിറ്റയം ഗോപകുമാർ ഈസ് ദ പ്രസന്റ് ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി. കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറാണ് ആര്? ചിറ്റയം ഗോപകുമാർ.
അതുപോലെ പറയുകയാണ് കേരള ലോകസഭയുടെ ഇപ്പോഴത്തെ സ്പീക്കർ ആരാണ്? ലോക്സഭയുടെ ഇപ്പോഴത്തെ സ്പീക്കർ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ഓം ബിർള. ഓം ബിർള ഈസ് ദ പ്രസന്റ് സ്പീക്കർ ഓഫ് ലോക്സഭ. ലോക്സഭയുടെ ഇപ്പോഴത്തെ സ്പീക്കർ ആരാണ്? ഓം ബിർളയാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ കരസേനാ മേധാവി ആരാണ്? ഉപേന്ദ്ര ദ്വിവേദിയാണ്. ഉപേന്ദ്ര ദ്വിവേദിയാണ് പ്രസന്റ് ഹെഡ് ഓഫ് ഇന്ത്യൻ ആർമി, ഉപേന്ദ്ര ദ്വിവേദി. ഇന്ത്യയുടെ ഇപ്പോഴത്തെ നാവികസേനാ മേധാവി ആരാണ്? ദിനേഷ് കുമാർ ത്രിപതി. ദിനേഷ് കുമാർ ത്രിപതി ഇസ് ദ പ്രസന്റ് ഹെഡ് ഓഫ് ഇന്ത്യൻ നേവി. അതുപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് നമുക്കറിയാം. 2025 മെയ് 7 ഓപ്പറേഷൻ സിന്ദൂർ. ഡേറ്റ് ഓഫ് ഓപ്പറേഷൻ സിന്ദൂർ May 7, 2025 കേട്ടോ. അതുപോലെ ഓപ്പറേഷൻ സിന്ദൂറിന് നേതൃത്വം നൽകിയ വനിതാ ഓഫീസേഴ്സ് ആരൊക്കെയായിരുന്നു? കേണൽ സോഫിയ ഖുറേഷി ആൻഡ് വ്യോമിക സിംഗ് കേട്ടോ. വുമൻ ഓഫീസേഴ്സ് കേട്ടോ. കേണൽ സോഫിയ ഖുറേഷി ആൻഡ് വ്യോമിക സിംഗ് ആർ ദ വുമൻ ഓഫീസേഴ്സ് ലീഡ്സ് ഓപ്പറേഷൻ സിന്ദൂർ കേട്ടോ. ഓപ്പറേഷൻ സിന്ദൂർ നേതൃത്വം നൽകിയ വനിതാ ഓഫീസേഴ്സ് ആരൊക്കെയായിരുന്നു? കേണൽ സോഫിയ ഖുറേഷിയും അതുപോലെ തന്നെ വ്യോമിക സിംഗുമായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ ഡേറ്റ് എന്നാണ്? 2025 മെയ് 7. അപ്പോൾ ഞാനിവിടെ വന്നത് മാവേലിക്കായുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും പ്രയോജനപ്പെടുന്നതാണ്. വീഡിയോ കാണുന്നത് എന്തെങ്കിലും തുടർച്ചയായിട്ട് കാണും.